റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നിർണായക നീക്കവുമായി അമേരിക്ക. സ്ഥാനമൊഴിയും മുമ്പ് ഏറെ നിർണായക നടപടിയാണ് ജോ ബൈഡൻ നടത്തിയിരിക്കുന്നത്. യുഎസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് യുക്രൈന് യുഎസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്കാണ് നീക്കിയിരിക്കുന്നത്. ഇതോടെ റഷ്യയ്ക്കിടെ ദീർഘദൂര ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ യുഎസ് നൽകിയ ആയുധങ്ങൾ കൊണ്ട് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ അനുവദിക്കണമെന്ന് സെലൻസ്കി ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥാനമൊഴിയാൻ 2 മാസം മാത്രം അവശേഷിക്കുമ്പോഴാണ് ബൈഡൻ അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ല. യുക്രൈനെതിരെ യുദ്ധമുഖത്ത് റഷ്യ ഉത്തര കൊറിയൻ സൈനികരെ കൂടി വിന്യസിച്ചിരുന്നു. പിന്നാലെയാണ് യുഎസിന്റെ അനുമതി വന്നത്. അതിനിടെ യുഎസിന്റെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ യുദ്ധം വഷളാകരുതെന്ന് ആവശ്യപ്പെട്ടതായും റഷ്യയുമായി യുഎസ് ചർച്ചകൾ പുനഃസ്ഥാപിക്കാനും ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത്. ഫ്ലോറിഡയിലെ മാർ-ഇ-ലാഗോ എസ്റ്റേറ്റിൽ നിന്നാണ് ട്രംപ് പുടിനുമായി സംസാരിച്ചത്. ചർച്ചയിൽ യുഎസിന് യൂറോപ്പിലുള്ള സൈനിക വിന്യാസത്തിന്റെ വലിപ്പം എന്തെന്ന് ട്രംപ് പുടിനെ ഓർമ്മിപ്പിച്ചു. യുക്രൈനുമായുള്ള സംഘർഷം ഒരു തീരുമാനവുമാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് മധ്യസ്ഥം നൽകാനും ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു ട്രംപ് പുടിൻ സംഭാഷണത്തെക്കുറിച്ചു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നാലെ വാർത്തകൾ നിഷേധിച്ച് ട്രംപിന്റെ ഓഫീസ് രംഗത്തു വന്നിരുന്നു. എന്നാൽ പ്രചാരണ കാലയളവിലെല്ലാം റഷ്യ-യുക്രൈൻ സംഘർഷം പരിഹരിക്കുമെന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ വാദം. ബൈഡന് സാധിക്കാതെ വന്നത് ട്രംപിന് സാധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ട്രംപുമായി ചർച്ച നടത്തിയിരിക്കുന്നു. കൂടെ ഇലോൺ മസ്കും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപുമായുള്ള സംഭാഷണത്തെ മികച്ചതെന്ന് വിശേഷിപ്പിച്ച സെലൻസ്കി യുക്രൈനുമായി നിരന്തരം ബന്ധം പുലർത്താൻ ട്രംപിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞിരുന്നു. അതിനിടയിൽ യുക്രൈനിലേക്ക് റഷ്യയുടെ രൂക്ഷമായ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും കനത്ത ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. 120 മിസൈലുകളും 90 ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. ഇതിൽ 102 മിസൈലുകളും 42 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെട്ടു. ആക്രമണത്തിൽ മൈക്കലോവിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. സമീപകാലത്ത് യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ശൈത്യകാലത്ത് അത്യാവശ്യമായ വൈദ്യുതിയുടെയും മറ്റും ലഭ്യത കുറച്ച് യുക്രൈനിനെ തകർക്കാനുള്ള തന്ത്രമാണ് റഷ്യയുടെ ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ അതിർത്തിയിലെ ബെൽഗൊറോദ് മേഖലയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റഷ്യയും അറിയിച്ചു.